കോൺഗ്രസിന് കീഴിലുള്ള കാരശ്ശേരി സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട സംഭവത്തിൽ കോഴിക്കോട് DCCയോട് റിപ്പോർട്ട് തേടി KPCC നേതൃത്വം. ജീവനക്കാർ അറിയാതെ ലോഗിൻ ID ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് 800-ലധികം A ക്ലാസ് മെമ്പർഷിപ്പ് പുതുതായി ചേർത്തു എന്നാണ് ആരോപണം. ബാങ്ക് പിടിച്ചെടുക്കാൻ CPM അനുഭാവികളെ തിരികെ കയറ്റിയെന്നാണ് ഉയരുന്ന ആക്ഷേപം. ബാങ്ക് വായ്പകളിൽ ക്രമക്കേടുണ്ടെന്ന ഓഡിറ്റ് പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് സഹകരണ വകുപ്പ് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയത്. കോൺഗ്രസ് ഭരിക്കുന്ന കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ ചെയർമാനും KPCC അംഗവുമായ NK അബ്ദുറഹിമാനും സെക്രട്ടറിയും 800-ലധികം A ക്ലാസ് മെമ്പർഷിപ്പ് പുതുതായി ഒറ്റ രാത്രി കൊണ്ട് ചേർത്തെന്നാണ് പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസുകാരായ 9 ഡയറക്ടർമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ലോഗിനും പാസ്വേഡും ദുരുപയോഗം ചെയ്തെന്ന് ബാങ്ക് ജീവനക്കാർ പോലീസിലും പരാതിപ്പെട്ടു. NK അബ്ദുറഹിമാൻ പാർട്ടിയെ ചതിച്ചെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. പ്രാഥമിക അന്വേഷണത്തിൽ അബ്ദുറഹിമാൻ ബാങ്ക് CPMന് വിറ്റെന്നും പ്രതികരണം. ഇവിടെ നടന്നത് സത്യം പറഞ്ഞാൽ ബാങ്ക് അച്ചവടം നടത്തിയെന്ന് പ്രാദേശിക പാർട്ടിയുടെ റിപ്പോർട്ട് ശരിയാണെന്ന് DCCക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഗുരുതര നടപടി ഉണ്ടാവും. കൂട്ടത്തുനിന്ന് ഒരാളിങ്ങനെ വഴുതിട്ടിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പാർട്ടിക്കകത്ത്? തീർച്ചയായും ഞാൻ പറഞ്ഞില്ല, KPCC മെമ്പറുടെ അടുത്ത് ഉണ്ടായത് ഗുരുതരമായ വീഴ്ച എന്നല്ല, പാർട്ടിയെ ചതിച്ചതാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം നിക്ഷേപമുള്ളത് ഈ ബാങ്കിലാണ്. നിലവിലെ 771 അംഗങ്ങളുള്ള ബാങ്കിൽ കോൺഗ്രസ് അനുഭാവികളാണ് കൂടുതൽ. ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് CPM അനുഭാവികളായ 800ഓളം പേരെ തിരികെ കയറ്റിയതെന്നാണ് ജീവനക്കാരുടെ പരാതി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.